നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇവിടെ നമുക്കിതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനായി ആദ്യം നമ്മളൊരു 2-3 ക്യാരറ്റ് ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ട് ആ ക്യാരറ്റിനെ നമ്മൾ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാര, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പഞ്ചസാര ഇട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്യണം. പഞ്ചസാരയെല്ലാം ഉരുകി ക്യാരമൽ തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഈ പഞ്ചസാര ലൈനിൽ കിടന്നൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബാക്കി വന്ന പഞ്ചസാര 2 ഗ്രാമ്പുവും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ വെന്ത് വന്ന ഈ ലൈനിയിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഗ്രാമ്പുമായിട്ട് പൊടിച്ചതാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ കുറച്ച് തൈരും കൂടെ ചേർത്ത്, തൈരും ഓയിലും കൂടെ ആ പഞ്ചസാരയിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനെ കൂടെ നമുക്ക് ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് ഇത് ഒന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിനെ തണുപ്പിക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് നല്ല ഇതെല്ലാം കൂടെ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന മൈദ മാവ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർക്കണം. കുറച്ച് ചൂടുപാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിശ്രിതത്തിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പം ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലും 5-6 ഡേറ്റ്സ് ഇടാറുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം. നമ്മുടെ കേക്ക് തയ്യാറാക്കാനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 മുന്തിരിങ്ങയും കൂടെ ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഓവനില്ലാതാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാൻ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ഈ കേക്കിനെ വെച്ച് കൊടുക്കാം. ഇതിനെ നമ്മൾ ഇനി ഒരു 30-40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ആവി കയറ്റിയെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇവിടെ നമുക്കിതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.